ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സീരീസ് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ടെറസ് കിച്ചണിൽ തന്നെയാണ് ഇപ്പോഴും. ഇന്നെന്താണെന്നല്ലേ, ഇന്ന് ചിക്കൻ. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമുക്കൊരു ഗോവൻ തീമിലേക്ക് പോയാലോ ഈ ഒരു ദിവസം? ഓക്കെ, ഗോവൻ ഐറ്റമാണത് വിന്താലു, ചിക്കൻ വിന്താലു. ഗോവൻ ആണെന്ന് നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് പറ്റിയതാണ്. മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും ഈ വിന്താലു ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഞാൻ ചിക്കൻ വിന്താലു ഏറ്റവും ബെസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പോക്കിലാണ്. പോക്ക് പറഞ്ഞാൽ പന്നിയിറച്ചി. പക്ഷെ ഞാൻ പന്നിയിറച്ചി കാണിക്കാറില്ലല്ലോ, ഞാൻ കഴിക്കാറുമില്ല, ഞാൻ കാണിക്കാറുമില്ല. അത് കാരണം നമ്മൾ ചിക്കനിൽ തന്നെ ചെയ്യുന്നു. അപ്പോൾ ബീഫ് വെച്ചിട്ടും വിന്താലു ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഏത് മീറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പോർക്ക് ഓർ ബീഫ്, മട്ടൺ ഓർ ചിക്കൻ. അപ്പോൾ ചിക്കൻ ഒരു ജനകീയമായതുകൊണ്ട് ചിക്കൻ ഇരിക്കട്ടെ മേടിച്ചു. ഇപ്പോൾ 1.5 കിലോ കോഴിയുണ്ട്, 25 പീസസോളം ഉണ്ട്. അങ്ങനത്തെ പീസസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി വിന്താലു എന്ന് പറഞ്ഞാൽ അതിനൊരു മസാല, അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു മസാല പേസ്റ്റാണ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വിന്താലു മസാല അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഞാൻ. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ വറ്റൽമുളക് തന്നെയാണ്. വറ്റൽമുളക് എന്ന് പറഞ്ഞാൽ പിരിയൻ മുളക് തന്നെ വേണം. ദാറ്റ് ഈസ് കാശ്മീരി ചില്ലി. അപ്പം അത് പൊടിയല്ല, ഇത് നോക്കിയേ, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് 35 എണ്ണം ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1.5 കിലോയുടെ കോഴിയാണല്ലോ, അതിനനുസരിച്ചിട്ടാണ് 35 പിരിയൻ മുളക് ഫുള്ള്. അതിനെ ഒന്ന് മുക്കി വെക്കാം. ഇതിപ്പോൾ ബോയിലിംഗ് വാട്ടറാണ്, നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം. ഇത്ര മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. ആ അരമണിക്കൂർ കൊണ്ട് ആവശ്യത്തിന് ഇത് കുതിർന്ന് കിട്ടും. അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, ഇത് മതി. തീ ഓഫ് ചെയ്യാൻ പോകുന്നു. നോക്കിയേ, നമ്മുടെ വിന്താലു മസാലയ്ക്ക് വേണ്ട വറ്റൽ മുളക്, അതായത് പിരിയൻ മുളക്, കാശ്മീരി ചില്ലീസ് ഇപ്പോൾ അരമണിക്കൂറായി തിളച്ച വെള്ളത്തിൽ കിടക്കുകയാണ്, ബോയിലിംഗ് വാട്ടർ. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് മുളകിടുക, തീ ഓഫ് ചെയ്യുക, അത്രേ ഉള്ളൂ. വെള്ളം കുതിർന്നിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. എൻ്റെ ഒരു സന്തോഷത്തിന് ഇങ്ങനെ മുറിച്ചിരുന്നതേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, അരഞ്ഞ് വരും. അത് സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുള്ളൂ. ഞാനിങ്ങനെ ആക്കുമ്പോൾ കാണാമല്ലോ അല്ലേ. വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട, കുറേ നേരം വേവിക്കുക, അങ്ങനെയൊന്നും വേണ്ട. തിളച്ച വെള്ളത്തിലിട്ടില്ല, തീ ഓഫ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഒരു വലിയ ചതുര കഷ്ണം ഇഞ്ചി, അത് നമുക്ക് ഇച്ചിരി ഒന്ന് ചെറുതാക്കി ഇടാം. അപ്പോൾ അരയ്ക്കാൻ ഇച്ചിരി എളുപ്പമായിരിക്കും. പിന്നെ ഒരു 10 അല്ലി, വലിയ ചൈനീസ് അല്ലിയാണ് വെളുത്തുള്ളി, 10 എണ്ണം. 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്. അപ്പോൾ ജീരകം ഒരു 1/2 ടീസ്പൂണും ചേർത്തു, കടുക് 1 ടീസ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഉലുവ ചേർക്കാൻ പോണു. ഉലുവ ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഉലുവ. ഫെനുഗ്രീക്ക് സീഡ്സ്. ഇനി നമ്മൾ കുരുമുളക്, മുഴുവൻ കുരുമുളക് തന്നെ ചേർക്കാം. 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ. ഇതേ ഇത്രയും പട്ട. ഓക്കെ, 2 കഷ്ണം എന്ന് പറയുമ്പോൾ അതിനകത്തിങ്ങനെ റോള് പോലെയല്ലേ, ഇത്രയുള്ള 2 പീസ് ഇങ്ങനെ മുറിച്ചിടുന്നു. പിന്നെ അതുപോലെ ഒരു 3 ഏലക്കായും 3 ഗ്രാമ്പും. ഇനി ഈ മസാലയുടെ കൂടെ ഒരു കാര്യം കൂടി, ഇതേ നോക്കിയേ, പഞ്ചസാര 1 ടീസ്പൂൺ ചേർക്കും. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേർക്കും. ഇനി ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിനാഗിരി ചേർത്താണ് അരയ്ക്കേണ്ടത്, വിനിഗർ. അപ്പോൾ ഇതിപ്പോൾ അരയ്ക്കുന്നത് ഞാൻ എന്തായാലും വിനാഗിരി ഉപയോഗിച്ചിട്ടാണ്. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിൽ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. പക്ഷേ ടിപ്പിക്കലായിട്ട് ഒരു ഗോവൻ ഡിഷാണ്, അതായത് വിന്താലു എന്ന് പറയുന്നത്. ഗോവക്കാരെല്ലാം ഒറിജിനൽ ഒത്തൻറ്റിക്കായിട്ട് ചെയ്യുമ്പോൾ അവർ ഫെനി ഉപയോഗിച്ചിട്ടാണ്, വിനാഗിരിക്ക് പകരം ഫെനിയാണ് ഉപയോഗിക്കുന്നത്. ഫെനി എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഫെനിയുണ്ട്, അതുപോലെ കാഷ്യൂ ഫെനിയുണ്ട്. അത് അവരുടെ ഒരു ലിക്കർ പോലെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് തരുന്നത്. പക്ഷെ നമുക്കതല്ല, എല്ലാവർക്കും കിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വിനാഗിരിയിൽ തന്നെ റൈസ് വിനീഗർ ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇത് പക്ഷേ സിന്തറ്റിക് വിനീഗറാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് അത് തന്നെ ചേർക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ വിന്താലു മസാലയുടെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. അപ്പോൾ വിനീഗർ 2 ടേബിൾ സ്പൂണാണ് ഒഴിക്കേണ്ടത്. അതും കൂടി റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. സ്പൂൺ എടുക്കട്ടെ. 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഒഴിക്കുന്നു. ഫെനിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫെനി ഒഴിക്കാമായിരുന്നു. ഞാൻ ഇടയ്ക്കൊരു ഗോവ ട്രിപ്പ് വെച്ചിരുന്നെങ്കിൽ ഫെനി ഞാൻ കൊണ്ടുവരുമായിരുന്നു. നടന്നില്ല.
ഇനി അറിയാൻ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ത്രൂ ഔട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അരയ്ക്കാനാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും ഗ്രേവിയിൽ ഒഴിക്കാനാണെങ്കിലും എല്ലാം തിളപ്പിച്ചാറിയ വെള്ളം. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കൊണ്ടുവരാം. അങ്ങനെ നമ്മളുടെ വിന്താലു മസാല പേസ്റ്റ് റെഡി. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ അതായത് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അച്ചാറിലൊക്കെ ചേർക്കില്ല, അതുപോലെ തന്നെ ഈ മസാലയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കേടാകാണ്ടിരിക്കും. സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും വിന്താലു ഉണ്ടാക്കുന്ന ദിവസത്തെക്കാട്ടിലും ടേസ്റ്റ് ആയിരിക്കും അടുത്ത ദിവസവും പിന്നീടുള്ള ദിവസം ഏതെങ്കിലും കഴിക്കുകയാണെങ്കിൽ. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ മീൻ വേവിച്ചത്, മീൻ മുളകിട്ടതൊക്കെ ചെയ്യില്ലേ, അതേപോലെ അങ്ങനെയാണ് അവരുടെ ഒരു രീതി. അപ്പോൾ ഒട്ടും തന്നെ അത് ചീത്താകാണ്ടിരിക്കണം. വെള്ളം പോലും സ്റ്റെറിലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇതുപോലെ തണുപ്പിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, മസാല പേസ്റ്റ് നന്നായിട്ട് ഒഴിവാക്കി കഴുകിയെടുക്കാം. ഒട്ടും മസാല വേസ്റ്റ് ചെയ്യാനില്ല, അപ്പോൾ കംപ്ലീറ്റ് ഞാൻ കഴുകിയെടുക്കാം. ഓക്കെ, റെഡി. ഇനി ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചിക്കൻ വിന്താലു. ചിക്കൻ പീസസ് റെഡി, മസാല പീസസ് റെഡി, പിന്നെ 2 ഇടത്തരം ടൊമാറ്റോ റെഡി, ഒരു 3 ഇടത്തരം സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഞാൻ ഈ മസാലയുടെ കൂടെ ചേർത്തരച്ചു. ഇനി അഥവാ ചേർത്തരയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു മേക്കിംഗ് പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ആ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി. പാത്രം ചൂടായി എണ്ണ ഒഴിക്കാം. ഇത് നോക്കി, എൻ്റെ വേറൊരു പാത്രം. ഇത് നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല, കാര്യം ഇത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അധികം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കിട്ടി. നമ്മുടെ മേളിലത്തെ കിച്ചണിലിരിക്കുമായിരുന്നു, ടെറസ് കിച്ചണിൽ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ എണ്ണ. അത് റിഫൈൻഡ് ഓയിലാകാം, ഏത് തരം ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ആദ്യം സവാള. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ 3 മീഡിയം സവാളയാണ് ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്നത്. കളറെല്ലാം മാറി വരുന്നു, ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുന്നു. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നു, ഓൾമോസ്റ്റ് ആയി എന്ന് തന്നെ പറയാം. ഈ ഒരു സമയത്ത് മസാല പേസ്റ്റ് ഇപ്പോഴല്ല ചേർക്കുന്നത്, ആദ്യം ടൊമാറ്റോ ആണ്. 2 മീഡിയം ടൊമാറ്റോ, ഇത് ഞാൻ ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചതാണ്. ടൊമാറ്റോയുടെ പീസസ് എല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു കഴിഞ്ഞു, നന്നായിട്ട് തെളിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. ഇച്ചിരി ഒരു പത ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി മസാല പേസ്റ്റ്. നല്ലോണം പച്ചച്ചുവ മാറണം, അതുവരെ വഴറ്റിക്കൊട്ട് ഇരിക്കും. എണ്ണ തെളിയുന്നതാണ് പാകം. ഇപ്പോൾ മസാല പേസ്റ്റ് എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയെന്ന് മാത്രമല്ല, മൂത്ത എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതല്ലോ. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിലേക്ക് ഇനി ചിക്കൻ്റെ പീസസ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇതോടൊപ്പം വലിയ പീസസ് ആയിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് 2 മീഡിയം സൈസ് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച്. മസാലകൾ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പോലെ ആകട്ടെ. ഒരു വ്യത്യസ്തമായ മണമാണ് കേട്ടോ ഇതിന്. ഭയങ്കര ടേസ്റ്റാണ്, ഡിഫറെൻ്റാണ്, ഉണ്ടാക്കാൻ പറ്റിയതായിട്ടാണ്, സ്പെഷ്യൽ ഒക്കേഷൻസിന് പ്രത്യേകിച്ചും. ഇനി ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങും, അത് മനസ്സിൽ കാണാം. എങ്കിലും ആദ്യം നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം, ചൂടുവെള്ളം. ചൂടുവെള്ളം ഒഴിച്ചു 1 കപ്പ്. ഇനി നമുക്ക് നോക്കിയിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അതും കൂടി കണ്ടിട്ടാണ് ഇനി എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം തീരെ ഇല്ലാത്ത കോഴിയാണെങ്കിൽ നമ്മൾ 1/2 കപ്പും കൂടി ഒഴിക്കണം. ഇനി ഇച്ചിരി ഉപ്പും കൂടി, കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ, ഉള്ളിയുടെ കൂടെയാണ് അല്പം ഉപ്പ് ചേർത്തത്, ബാക്കി ഉപ്പ് ഇപ്പം ചേർക്കാം. ഇങ്ങനെയായി. ഇതിലിപ്പോൾ ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല,
ഒരു അരക്കപ്പ് വെള്ളം കൂടി, ചൂടുവെള്ളം. ഇത് നന്നായിട്ട് വേകട്ടെ. എന്താ ചാറൊക്കെ ഒന്ന് അത്യാവശ്യം, ഇത് ഓൾറെഡി നല്ല കുറുകിയ ചാറാണ്, എന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരും. ഓക്കെ, ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. പാത്രം അടച്ചിട്ടിട്ട് വേവിക്കണം. ഓക്കെ, ചിക്കൻ വിന്താലു റെഡിയായി കഴിഞ്ഞു. ഓക്കെ, അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ചാറ്. ഇതിപ്പോൾ വേഗം എന്ന് പറയുന്നത് പൊട്ടറ്റോ വേകുന്ന വേഗം അത് തന്നെയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേകുന്നതോടൊപ്പം ചിക്കനും വെന്തിരിക്കും ഓൾമോസ്റ്റ്. ഓക്കെ, എണ്ണ എല്ലാം തെളിഞ്ഞത് കണ്ടോ. പിന്നെ ചിക്കൻ്റെ ലെഗ് പീസ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, വിട്ട് വരും ഇങ്ങനെ വെന്തു എന്നുള്ള കാര്യം. പിന്നെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇതാണ് ഇപ്പോൾ ചാറിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നല്ല റെഡ് കളറിലെ, ഫയറി റെഡ് കളറിലെ കറിയാണ്. ഈ കാണുന്ന കളർ മാത്രമേ ഉള്ളൂ കേട്ടോ, അത്രയും ഭയങ്കര എരിവൊന്നുമില്ല. കാരണം ഇത് നമ്മൾ പിരിയൻ മുളകിൻ്റെ ആ മുളക് പൊടിയല്ല, മുളക് തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. പക്ഷെ അതിലങ്ങനെ ഭയങ്കര എരിവ് വരില്ല, പക്ഷെ നല്ല കളറുണ്ടാകും. ആഹാ, സൂപ്പർ, അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ഇത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ, ഒരു കുഴപ്പമില്ല. ചോറിനും ബെസ്റ്റ്. സെർവിങ് ഡിഷിലേക്ക് മാറ്റട്ടെ, എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഫൈനൽ ഡിഷിലെ ഇത്രയുള്ളൂ, ഞാൻ തീ ഓഫ് ചെയ്യും. ഇനി ചാറ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത്രയും വറ്റിക്കണം എന്നില്ല, ഇത്രയും കുറുകണം എന്നില്ല, അത് നമ്മുടെ ഇഷ്ടമല്ലേ, എങ്ങനെ വേണമെങ്കിലും ആകാം. എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് വൺ ലെഗ് പീസ് എന്താ പറയുക, ചാടിപ്പോകും. ഇത് 1.5 കിലോയുടെ കോഴിയാണ് കേട്ടോ, പക്ഷെ ധാരാളം ഉണ്ടല്ലേ. എത്ര പേർക്ക് കഴിക്കാം? ഒരു 8 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഇതിൻ്റെ ഗ്രേവി മാത്രം മതി. പൊട്ടറ്റോ ഇടാൻ മറക്കരുത്, മസ്റ്റാണ്. അത് ആ ടേസ്റ്റ് ഭയങ്കരമായിരിക്കും കേട്ടോ. പൊട്ടറ്റോയ്ക്കും കൂടി ആ ഒരു ഇറച്ചിയുടെ സ്വാദ് വരും അത് ഇതിനകത്ത് കിടന്ന് വീഴുമ്പോൾ. അപ്പോൾ ചിക്കൻ വിന്താലു എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ? എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ സിമ്പിളാണ്. പിന്നെ ഈ സെയിം മെത്തേഡ്, ഇതേ മസാല വെച്ചിട്ട് ഞാൻ ഇപ്പോൾ എങ്ങനെയാണോ ചിക്കനിൽ ചെയ്ത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഓഫ് മീറ്റാണ്, മട്ടൺ, ബീഫ്, പോർക്ക്, ഇതിൽ ഏത് വേണമെങ്കിലും ഓക്കെ ഉണ്ടാക്കി നോക്കാം, മറക്കണ്ട. പിന്നെ വെജിറ്റേറിയൻസിന് ഇത് വേണമെങ്കിൽ പൊട്ടറ്റോ, മിക്സ്ഡ് വെജിറ്റബിൾസ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ നമ്മളുടെ ഇഷ്ടമുള്ള കോമ്പിനേഷൻ വെച്ചിട്ട് ക്യാപ്സിക്കവും എല്ലാം കൂടി ചേർത്തിട്ട് ഇതേപോലൊരു മസാല വെച്ചിട്ട് വെജിറ്റബിൾ വിന്താലു വേണമെങ്കിലും ചെയ്യാം. എന്തായാലും ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മുടെ ക്രിസ്മസ് സീരീസിൽ ഈ ഒരു ചിക്കൻ്റെ വിഭവം ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ. കാര്യം ഗോവൻ ആൾക്കാർക്ക് ഗോവൻ സൈഡിൽ പോയി കഴിഞ്ഞാൽ ക്രിസ്മസിന് ഇതൊക്കെ മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ആകാമല്ലോ അല്ലേ, ഇവിടെ ഒരുപാട് പേര് ഉണ്ടാക്കുന്നുണ്ടാകാം. ഇത് എല്ലാം വ്ളോഗ്സിലെ നമ്മുടെ ഫാമിലിക്ക് പറ്റിയിട്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ കമൻറ്റ് ബോക്സിലേക്ക് വരാം, സന്തോഷമായി. നിങ്ങളുടെ എല്ലാ കമൻസും വായിക്കും. ഓക്കെ, ലവ് യു ഓൾ.